ദാ രതീഷ് ചക്രപാണി, ഇതടക്കം വളരെ ക്യുക്കായി നമുക്ക് നേരത്തെ റജി പറഞ്ഞ ചില കുറ്റപ്പെടുത്തലുകളുണ്ട്, താങ്കൾക്ക് മറുപടി ഉണ്ടെന്ന് പറഞ്ഞു, അതിലേക്കും നേരിട്ട് ഡയറക്റ്റായി ഒപ്പം ഈ വിഷയത്തിലേക്കും സമൂഹ മാധ്യമ സെൻസർഷിപ്പ് നടപ്പാക്കുകയാണോ? കാരണം ദൃശ്യമാധ്യമങ്ങളെ ഒന്നും വി ഡി സതീശൻ സർക്കാരിന് അവരെ അലട്ടാനിടയില്ല. കാരണം ഇതുപോലെ വളരെ സുപ്രധാനമായിട്ടുള്ള അതീവ ഗൗരവതരമായ ഒരു ആരോപണം നേരിടുമ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ, വാർത്താ ചാനലുകളൊന്നും നോക്കണം. മാടമ്പി തർക്കം, ഏതാണ് ഗണേഷ് കുമാറും സുകുമാരൻ നായരും തമ്മിലുള്ള തർക്കം, അതുപോലെ മെസ്സിയും ചാനലും തമ്മിലുള്ള ഒരു ചാനലിനെ കോർണർ ചെയ്തു പോകുന്ന കേരളത്തിലെ മാധ്യമ മാനേജ്മെൻറ്റുകളുടെ കുടിപ്പകയുടെ ഒരു വിഷയം രാഷ്ട്രീയ വിവാദമാക്കിയുള്ള ചർച്ച, ഇതൊക്കെയാണ് ചർച്ച. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ അതീവ ഗുരുതരമായ വിഷയം വന്നിട്ടും, വളരെ ഗൗരവമായ പൊളിറ്റിക്കൽ റിയാക്ഷൻസ് വന്നിട്ടും, പ്രതിപക്ഷ നേതാവടക്കം പ്രതിപക്ഷത്തു നിന്ന് വന്നിട്ടും, കേരളത്തിൽ പലയിടത്തും സമരം രൂപപ്പെട്ടിട്ടും, മുഖ്യമന്ത്രി മൗനം പാലിച്ചിട്ടും, മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനും പ്രതിരോധിക്കാനും മന്ത്രിമാരും കോൺഗ്രസ് പാർട്ടിയും രംഗത്ത് വരാതിരുന്നിട്ടും ഒന്നും അതൊരു ചർച്ചാ വിഷയം പോലുമല്ലാത്ത കേരളത്തിൻ്റെ ദൃശ്യമാധ്യമ, അച്ചടി മാധ്യമ പരിസരം പ്രശ്നമല്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പാക്കാൻ വേവലാതി പൂണ്ടു നിൽക്കുകയാണോ വി ഡി സതീശൻ സർക്കാർ? തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിൽ ഒരപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. റജി അത് കണ്ണടച്ചിരുത്താക്കുന്നത് പോലെ വളരെ എളുപ്പത്തിൽ, അതൊക്കെ മെറ്റയുടെ പരിപാടികളാണ്, അത് സതീശന് അനുകൂലമായിട്ട് മെറ്റ അവിടെ നിന്ന് തീരുമാനമെടുക്കുന്നതാണ്, അല്ലാതെ നമ്മുടെ ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ റജിയോട് എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, അത് പറയേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. എൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വന്ന് ഇന്ന് പത്രങ്ങൾക്ക്, മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ മിനിറ്റ് ഒരു ബൈറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പ്രസ് റിലീസ് കൊടുക്കണം. ഇത് മെറ്റ നീക്കം ചെയ്യാൻ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അങ്ങനെ നീക്കം ചെയ്യരുത് എന്ന് പറയണം. വോൾട്ടേറിൻ്റെയൊക്കെ പ്രശസ്തമായ വാചകം ഉള്ളതുപോലെ അദ്ദേഹത്തിന് ആ വാചകം എടുത്ത് ഉദ്ധരിക്കണം. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായവുമായി എനിക്ക് യോജിക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ അങ്ങേയറ്റം വരെ പോരാടും എന്ന് അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പാടില്ലേ? അത് ഇതേവരെ ഉണ്ടായിട്ടില്ല. റജിയുടെ ഒരു ഊഹാപോഹം പറയുകയാണ് ഒന്ന്. ഇനി രണ്ടാമത്തേത്, റജി രക്തസാക്ഷി ഫണ്ടുകളടക്കം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും എനിക്ക് കിട്ടുന്ന വേദികളിലുമെല്ലാം ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ അത് മൊത്തം ഒരു പാർട്ടിയായിട്ട് കൂട്ടിക്കെട്ടാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തത്, അങ്ങനെ തെറ്റ് ചെയ്തു എന്നുള്ളതിനും എനിക്ക് വിശ്വാസമില്ല. കാരണം അതിൻ്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിടുകയും ഏറ്റവും ഒടുവിൽ അത് മാനനഷ്ട കേസായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി റജി ഓർക്കണം. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ വളരെ സെലക്റ്റീവായി ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വാർത്തകളാണ് അതെന്നുള്ളതാണ് എൻ്റെ പക്ഷം. നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ റജി പറഞ്ഞ അടുത്തൊരു കാര്യം, എൻ്റെ ചോദ്യത്തിന് റജി സ്പെസിഫിക് ആയിട്ട് ഉത്തരം നൽകിയില്ല. ആ ഉത്തരം നൽകാത്തതിൻ്റെ കാര്യം, ഇവരുടെയൊക്കെ ഫോട്ടോകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും റജിക്ക് ഒരു പബ്ലിക് പരിപാടിയുടെ ഇടയ്ക്ക് നിർത്തിയ പേഴ്സണൽ ഈ പറയുന്ന പോലെ ഒരു സെൽഫിയാണ് എന്നുള്ളത് പറയാൻ കഴിയുന്ന ഒരു ഫോട്ടോ ഉണ്ടോ റജി? അതിൽ ഈ പറയുന്ന പോലെ കേക്ക് മുറിക്കുന്ന ഫോട്ടോ, BRM ഷഫീറിൻ്റെ വീട്ടിൽ അവർ ഒരുമിച്ച് വിരുന്നുണ്ണുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ വളരെ അടുപ്പമുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണത്. ഇനി ശരത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഒരു നിമിഷം, കേരളത്തിൽ വലിയ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമൻറ്റ് വായിക്കും. ഇപ്പോൾ BRM ഷഫീറിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പല ചർച്ചകളിലും പല ചാനലുകളിലും പോവും. നിർഭാഗ്യവശാൽ കൈരളിയിലേക്ക് അദ്ദേഹം ചർച്ചയ്ക്ക് വരാറില്ല, ക്ഷണിച്ചാലും പണ്ട് ദീർഘകാലം വരുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നതും. അദ്ദേഹത്തിന് വരാൻ സൗമനസ്യമുണ്ടെങ്കിൽ വരട്ടെ, നമുക്ക് ചർച്ചയാകാം. സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുകയാണ്, സ്വന്തം അളിയനെ ഉമ്രത്ത് പോലും കയറ്റി ഇരുത്താതെ ഓടിച്ച, പിന്നൊരു പരിഹാസ പരാമർശമാണ്, ഞാനത് വായിക്കുന്നില്ല. BRM ഷഫീറാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇക്കായാണ് MDMA ധാരിക്ക് ശാപ്പാട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ കാണാനുണ്ട്. നേരത്തെ രതീഷ് ചക്രപാണി പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. അത് ഈ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിച്ചൊക്കെ ഇരിക്കുന്ന ഒരു ചിത്രമാണ്. ഇനി അതല്ല വേറെ ആരെങ്കിലും ആണോ, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ, അതൊക്കെയാണ് BRM ഷഫീർ തീർക്കട്ടെ. ഭയങ്കര രസകരമായി സമൂഹ മാധ്യമം അതിനെ കോട്ട് ചെയ്തിരിക്കുന്നു. സ്വന്തം അളിയനെ ഉമ്മറത്ത് പോലും കയറ്റിയിരുത്താതെ, അത് അദ്ദേഹത്തിൻ്റെ ഈ UDF അധികാരത്തിൽ വന്നപ്പോൾ ആവേശം പൂണ്ട് നടത്തിയ ഒരു പ്രസംഗമുണ്ട്, ആ പ്രസംഗത്തിൽ നിന്ന് കോട്ട് ചെയ്താണ്. അങ്ങനെയുള്ള ആളാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫോട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, BRM ഷഫീറുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ്. യെസ് രതീഷ്.
BRM ഷഫീർ യഥാർത്ഥത്തിൽ ആ ഫോട്ടോ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തോടുള്ള താല്പര്യം കൊണ്ട് പോലുമല്ല ആ ഭക്ഷണം കൊടുക്കുന്നത് ഫോട്ടോ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ താല്പര്യം എന്ന് പറയുന്നത് വി ഡി സതീശൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ അതുപോലെ പരിഗണിക്കണം എന്നുള്ളത് കൊണ്ടാണ് BRM ഷഫീർ അങ്ങനെ പരിഗണിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് വന്നാൽ മെറ്റയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ശരത്? ഇപ്പോൾ യഥാർത്ഥത്തിൽ ശരത്ത് തന്നെ എത്ര കാലമായി മാധ്യമ പ്രവർത്തനം നടത്തുന്നു? ഇവിടെ യഥാർത്ഥത്തിൽ കെ കരുണാകരനടക്കമുള്ള നിരവധി ആളുകൾ ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ഈ കേരളത്തിലെ മീഡിയകളുടെ അടക്കമുള്ള കാർഡുകൾ മെറ്റ പിൻവലിക്കുന്നു. മെറ്റ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പോലെ അത് ഡിലീറ്റ് ചെയ്യുന്നു. എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ 9 എണ്ണം എൻ്റെ ഈ ലിസ്റ്റായിട്ടിരിക്കുന്നുണ്ട് ഡിലീറ്റ് ചെയ്ത്. കൂടാതെ ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് 3 മിനിറ്റ് മുമ്പ് ചില മാധ്യമങ്ങളുടെ കാർഡുകൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തൊരു പണി കൂടി ചെയ്തിട്ടുണ്ട്. ആ പണി എന്താണ്? കായിക വകുപ്പിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രശാന്തിനെ കൊണ്ടിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിക്കുന്നു. ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു വാർത്ത കൊടുക്കുന്നു. ആ വാർത്തയുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞാണ് വാർത്ത കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് തട്ടിപ്പ്? ആരുടെ കയ്യിൽ നിന്നാണ് 1 രൂപയെങ്കിലും പോയിട്ടുള്ളത്? അപ്പോൾ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ ഒരു മാധ്യമങ്ങളുടെ പുറത്തൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അവരെ ഭയപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു രീതി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരിക്കലും കാണാത്ത രീതിയിൽ അതിഭയാനകമായ രീതിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി നാളെ പറയാൻ പോകുന്ന മറുപടി എന്തായിരിക്കും എന്നുള്ളത് ശരത്തിനോട് ഞാൻ ഇന്നേ പറയാം. ഈ മാധ്യമങ്ങളുടെ സൂക്കേട് ഞാൻ തീർത്തു തരാം. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. കൂടാതെ ഈ പറയുന്ന പോലെ ചില നുണകളും കൂടി പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമം ഈ പറയുന്ന പോലെ പ്രസ് മീറ്റ് അങ്ങോട്ട് അവസാനിക്കും. അപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ സൂക്കേട് തീർത്തു തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള 3 സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, ഒരു മാധ്യമ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞു ഞാൻ ആദ്യം ഇയാളുടെ സൂക്കേട് തീർക്കട്ടെ എന്നാണ് പറഞ്ഞത്. രണ്ടാമത് ഇപ്പോൾ പറവൂരിൽ നിന്ന് പുനർജനിയിൽ ഒരു വീട് കിട്ടണം എന്ന് വിചാരിച്ച് ചെന്ന സ്ത്രീയോട് അവരുടെ 9 വയസ്സുള്ള മകളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൂക്കേട് തീർന്നു എന്ന് ചോദിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ മാധ്യമ അടിയന്തരാവസ്ഥയാണ്. ഇത് റജി പറയുന്നത് പോലെ മെറ്റ ഒഴിവാക്കുന്നതല്ല. ഒരൊറ്റ വാചകവും കൂടി. യഥാർത്ഥത്തിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയും ഇതുപോലെ മെറ്റ സ്വാധീനിക്കപ്പെട്ടിരുന്നു നേരത്തെ. അത് വൻകിട കോർപ്പറേറ്റുകളുടെ സഹായത്തോടു കൂടിയാണ് എന്ന് പറയുന്ന ആരോപണങ്ങൾ നേരത്തെ ഉണ്ട് എന്നുള്ളത് കൂടി മറന്നുപോകരുത്.